വി മുരളീധരൻ റിപ്പോർട്ടർ ടി വിക്ക് ഒപ്പം ചേരുന്നു. ഈ ആറ്റിങ്ങലിൽ നേരിയ ഒരു മാർജിനാണ് വിജയം നഷ്ടമാകുന്നത്. എന്താണ് ആറ്റിങ്ങലിൽ സംഭവിച്ചത്? അല്ല, ആറ്റിങ്ങൽ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഏതാണ്ട് 65,000 ഏതാണ്ട് 70,000-ഓളം വോട്ട് ഭാരതീയ ജനതാ പാർട്ടി വർദ്ധിപ്പിച്ചു. 1/3 33% വോട്ട് വർധനവുണ്ടായി. 24% കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് ഈ തവണ ഏതാണ്ട് 32% വരെയായിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനും കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ഇടമുണ്ട് എന്നുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്കെല്ലാവർക്കും തരുന്ന ഒരു വിധിയെഴുത്താണ്. ജനങ്ങളുടെ വിധിയെഴുത്തിനെ മാനിക്കുന്നു. തുടർന്നും ആറ്റിങ്ങലിലെ ജനങ്ങളോടൊപ്പം, തിരുവനന്തപുരത്തെ ജനങ്ങളോടൊപ്പം കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെ തുടർന്നും ഇവിടുത്തെ ജനങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും അവരോടൊപ്പം പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് ചെയ്യാനുള്ളത്. ഈ തൃശ്ശൂരിൽ സുരേഷ് ഗോപി വലിയ ഭൂരിപക്ഷത്തിന് വിജയിക്കുന്നു. അതിനൊപ്പം തന്നെ സംസ്ഥാനത്ത് BJPയുടെ വോട്ട് ഷെയർ വർദ്ധിക്കുന്നു. ഇതിനൊക്കെ എങ്ങനെ വിലയിരുത്തുന്നത്? ഒരു പുതിയ ദിശയിലേക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയം മാറുന്നു എന്നുള്ളതിൻ്റെ തുടക്കമായിട്ടാണ് ഞാൻ കാണുന്നത്. തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം ഒരു നിസ്സാരമായിട്ടുള്ള വിജയമല്ല. കാരണം ഏതാണ്ട് 3,00,000-ലധികം വോട്ടിന് അദ്ദേഹം 3-ാം സ്ഥാനത്ത് പോകും എന്നടക്കം വിധിയെഴുതിയ ആളുകളുണ്ട്. അങ്ങനെയുള്ള ഒരു മണ്ഡലത്തിൽ അദ്ദേഹം വളരെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി 1-ാം സ്ഥാനത്തെത്തി എന്നുള്ളത് തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങളിടയിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റത്തിൻ്റെ സൂചനയായിട്ടാണ് ഞാൻ കാണുന്നത്. അത് വരും ദിവസങ്ങളിൽ കേരളത്തിൻ്റെ മറ്റു പ്രദേശങ്ങളിലും വ്യക്തമാകും എന്നുള്ള പ്രതീക്ഷയുമാണ് എനിക്കുള്ളത്. ഈ തൃശ്ശൂരിൽ UDF 3-ാം സ്ഥാനത്തേക്ക് എത്തിയപ്പോൾ UDF നേതൃത്വം ആദ്യ ഘട്ടത്തിൽ പ്രതികരിക്കുന്നത് അവിടെ CPM BJP രഹസ്യധാരണയുണ്ടായിരുന്നു. പല കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി CPM BJPക്ക് വോട്ട് നൽകി. അങ്ങനെയാണ് അവിടെ ഒരു അട്ടിമറി വിജയം BJP നേടിയതെന്നാണ്. പരാജയപ്പെടുന്നവർ പലതരത്തിലുള്ള മുടന്തൻ ന്യായങ്ങൾ പറയുക എന്നുള്ളത് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഒരു പുതുമയുള്ള കാര്യമല്ല. BJPയുടെ വിജയത്തെയോ സുരേഷ് ഗോപിയുടെ വിജയത്തെയോ വില കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നവർ ജനവിധിയെ അംഗീകരിക്കുന്നില്ല, ജനാധിപത്യത്തെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിജയങ്ങളെയും ഞങ്ങൾ അംഗീകരിക്കുന്നു. അത് ആറ്റിങ്ങലിലെ വിജയമാണെങ്കിലും മറ്റെവിടുത്തെ വിജയമാണെങ്കിലും അത് ജനങ്ങളിലുള്ള അവസാന വാക്ക് ജനങ്ങളുടേതാണ് എന്നുള്ള ഒരു പൊതുപ്രവർത്തകൻ എടുക്കേണ്ട സമീപനം, ആ സമീപനമാണ് ഞങ്ങൾക്കുള്ളത്. കോൺഗ്രസ്സിന് അവർക്ക് സൗകര്യമുള്ള സമയത്ത് അവർക്ക് EVM ഒക്കെ നല്ലതാണ്, അല്ലാത്തപ്പോഴൊക്കെ EVM മോദിക്ക് വേണ്ടിയുള്ളതാണ് എന്നുള്ള നിലപാടെടുക്കുന്ന ആളുകളാണ്. ഞങ്ങൾക്ക് അത്തരത്തിലുള്ള സമീപനമില്ല. ഒന്ന്, ഈ CPM LDFന് ഒരു സീറ്റിൽ വീണ്ടും ഒതുങ്ങുകയാണ്. കഴിഞ്ഞ 2019 സമാനമായി തന്നെ. ഇത് സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്തായിട്ടാണോ വിലയിരുത്തുന്നത്? തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിലെ വിധിയെഴുത്ത് കഴിഞ്ഞ തവണ ശബരിമല വിഷയത്തിൽ CPM സർക്കാരിൻ്റെ എതിരായിട്ടുള്ള നിലപാടാണ് ജനങ്ങൾ പ്രകടിപ്പിച്ചതെങ്കിൽ ഈ തവണ ഈ സർക്കാരിൻ്റെ അഴിമതിയും ഔദ്ധത്യവും, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയോടൊപ്പം നിൽക്കുന്ന കുറേ ആളുകളുടെയും ജനങ്ങളോട് കാണിക്കുന്ന ധാർഷ്ട്യത്തിനുള്ള മറുപടിയാണ്. ആ മറുപടിയെ ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞുകൊണ്ട് അഴിമതിക്കാരായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുന്ന സമീപനവും അഴിമതിയോട് മൗനം പാലിക്കുന്ന സമീപനവും മാർക്സിസ്റ്റ് പാർട്ടി അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സംസ്ഥാനത്ത് ഒരു മാറ്റത്തിൻ്റെ തുടക്കമായാണ് തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയവും BJP സംസ്ഥാനത്ത് വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചതിനെയും വി മുരളീധരൻ കാണുന്നത്. ഒപ്പം സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്തായും സുരേഷ് ഗോപിയുടെ വിജയവും ഈ വോട്ട് ശതമാനം വർധനവിനെയും വിലയിരുത്തുന്നു. വീഡിയോ ജേർണലിസ്റ്റ് ബിബിനൊപ്പം റിപ്പോർട്ടർ R. റോഷി പാൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.